അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിനകത്തും പുറത്തും വൻ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം. വിവാദത്തിൽ രാജ്യസഭയിൽ അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘന പ്രമേയത്തിന് നോട്ടീസ് നൽകി കോൺഗ്രസ്. നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇന്ത്യ സഖ്യ എംപിമാർ പ്രതിഷേധിച്ചത്. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. അനുഷയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അനുഷ, ഈ അംബേദ്കർ പരാമർശം അത് ഇന്നും പ്രതിപക്ഷം ആയുധമാക്കി ഉയർത്തിക്കാട്ടുകയാണ്. ഇന്ത്യ സഖ്യം നീല വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് എംപിമാർ ഇന്നിപ്പോൾ ഈ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അകത്തും അത്തരത്തിൽ പ്രതിഷേധമുണ്ടായി എന്നറിയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ അനുഷ? ഭദ്ര, ശീതകാല സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ പല വിഷയങ്ങൾ ഉന്നയിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനായിരുന്നു ഈ പാർലമെന്റ് സമ്മേളനം, ശൈത്യകാല സമ്മേളനം സാക്ഷ്യം വഹിച്ചത്. അതിനെ ചുവടുപിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇതുവരെ കാണാത്ത വിധത്തിലുള്ള അസാധാരണമായ പ്രതിഷേധമാണ് പാർലമെന്റിന് പുറത്തുണ്ടായത്. ഇതിൽ പ്രധാനമായും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ അംബേദ്കറിന്റെ ദളിത് സമരങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കടുംനീല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു ഈ ഇന്ത്യ സഖ്യത്തിലുള്ള എംപിമാരെല്ലാം ഇന്ന് പ്രതിഷേധത്തിനായി എത്തിയത്. ഇവർ പാർലമെന്റിൽ വലിയ രീതിയിലുള്ള പാർലമെന്റിനകത്തും തുറന്ന് പാർലമെന്റിന് പുറത്തും പ്രതിഷേധിച്ചു. പ്രധാനമായും ഇവരുടെ ആവശ്യം അമിത്ഷാ നടത്തിയ ഭരണഘടനാ ചർച്ചയ്ക്കിടെ അമിത്ഷാ നടത്തിയ അംബേദ്കർ ഒരു ഫാഷനായി മാറി എന്ന പരാമർശത്തിൽ മാപ്പ് പറയണം, അമിത്ഷാ രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാനും ഇന്ന് വൈകിട്ട് പ്രതിഷേധിക്കാനും പദ്ധതിയുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് വലിയ രീതിയിൽ പാർലമെന്റിന് പുറത്ത് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായത്. ഇതിൽ ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു. പ്രധാനമായും രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ സഹോദരിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി, ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരെല്ലാം തന്നെ പ്രതിഷേധിച്ചിരുന്നു. ഈ പ്രതിഷേധത്തിനിടെ ഇവരെ BJP എംപിമാർ പാർലമെന്റിനകത്തേക്ക് കടക്കുന്നതിൽ നിന്നും തടഞ്ഞു. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഇരു വിഭാഗങ്ങളും തമ്മിലുണ്ടായി. ഈ ഉന്തും തള്ളിനുമിടെ രാഹുൽ ഗാന്ധി BJP എംപിമാരെ തള്ളിയിട്ടു, ഇവർക്ക് പരിക്കേറ്റു എന്ന് BJP ആരോപിക്കുന്നു. BJP പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 പേർക്ക് പരിക്കേറ്റു എന്നാണ് BJP പറയുന്നത്. ഇതിൽ പ്രധാനമായും പ്രതാപ് സിംഹ സാരംഗി, ഒപ്പം മുകേഷ് രാജ്പൂത് എന്നിവരെ തള്ളിയിട്ടു, രാഹുൽ ഗാന്ധി തള്ളിയിട്ടു, തൊഴിച്ചു എന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. ഇതേ തുടർന്ന് പ്രതാപ് സാരംഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് തലയ്ക്ക് പൊട്ടലുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ഇത് പ്രതാപ് സാരംഗി തന്നെ നിലത്തേക്ക് തള്ളിയിട്ടു, തനിക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിയാണ് എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റ് അനുരാഗ് ഠാക്കൂർ അടക്കമുള്ള മറ്റ് BJP എംപിമാർ, മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരെല്ലാം തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇത് ചെയ്തത് എന്നാണ്. ഇതേ തുടർന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിൽ ഭരണപക്ഷം പ്രതിഷേധം ഘടിപ്പിച്ചു. അതേ സമയത്ത് ഈ ഒരു വിഷയം ഉയർന്നപ്പോൾ, രാഹുൽ ഗാന്ധി ഇവരെ ആക്രമിച്ചു തുടങ്ങിയ വിഷയം വന്നപ്പോൾ ഇതിനൊരു കൗണ്ടർ പെറ്റീഷൻ പോലെ, ഇതിനൊരു മറ്റൊരു പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. അവർ പറയുന്നത് സ്പീക്കർക്ക് പരാതി നൽകുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകി. സഭാ കവാടത്തിൽ നിന്നും BJP എംപിമാർ തങ്ങളെ തടഞ്ഞു. ഈ തടഞ്ഞപ്പോൾ തള്ളിക്കയറി പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. മനഃപൂർവ്വമോ അല്ലാതെ അറിഞ്ഞോ അറിയാതെയോ ആരെയും തള്ളിയിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ വാദം. ഇതേ തുടർന്ന് ഇന്ത്യ സഖ്യവും NDA എംപിമാരും പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും പോർവിളി നടത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോയത്. സഭയിലും ഇതേ സമാനമായ രീതിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളമുണ്ടായി. ഇതിൽ അമിത്ഷാ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു, അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. അതിനുശേഷമായിരിക്കും സഭാ നടപടികൾ പുരോഗമിക്കുക. ഇന്ന് മറ്റൊന്നും തന്നെ സഭയിൽ നടന്നിട്ടില്ല. അതേസമയം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അകത്തും പുറത്തുമൊക്കെ കയ്യാങ്കളിക്ക് വേദിയാകുന്നു എന്നുള്ളതാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. കാരണം ആദ്യമൊക്കെ നമുക്കറിയാം, ഈ സംഭാഷണത്തിലൂടെ മാത്രമേ അവർക്ക് സംസാരം ഉണ്ടായിരുന്നുള്ളൂ. അതായത് എംപിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പോകെ കയ്യാങ്കളിയിലേക്ക് മാറുന്നു. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ ഈ ഒരു ആശുപത്രിവാസവും ഒക്കെ കാണുമ്പോൾ? തീർച്ചയായും ഭദ്ര, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അസാധാരണമായ ഒരു പ്രതിഷേധം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ആ ഒരു കവാടത്തിൽ പാർലമെന്റിനകത്തേക്ക് പോലും പ്രവേശിക്കാൻ കോൺഗ്രസ് എംപിമാരെ അനുവദിക്കാതെയാണ് BJP പ്രതിഷേധിച്ചത്. തുടർന്നാണ് ഇതിനെ പ്രതിരോധിക്കാൻ BJP എംപിമാരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ഉന്തും തള്ളും ഉണ്ടായത്. ഇതിനിടയിലാണ് ഈ പ്രതാപ് സാരംഗി നിലത്ത് വീഴുകയും അപ്പോൾ തന്നെ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്തു. അത് രാഹുൽ ഗാന്ധിയാണ് എന്ന രീതിയിലേക്ക് BJP എംപിമാർ ഇതിനെ വളച്ചൊടിച്ചു. തുടർന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്, മാധ്യമങ്ങളുടെ കയ്യിൽ ഇതിന്റെ എല്ലാം വിഷ്വൽ ഉണ്ടാകും,
നിങ്ങൾക്ക് ആ ഫയലുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് സംഭവിച്ചത് എന്ന്. തുടർന്ന് ഈ നിലത്ത് വീണ് കിടക്കുന്ന സാരംഗിയെ രാഹുൽ ഗാന്ധി നേരിട്ടെത്തി കാണുകയെല്ലാം ചെയ്യുന്നുണ്ട്. തുടർന്ന് സാരംഗിയെ വീൽചെയറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഒരു ബാൻഡേഡ് കെട്ടിയിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തിന് ചികിത്സയിലാണ്. കൂടുതൽ പരിക്കുണ്ടോ അല്ലെങ്കിൽ ആരാണ് തള്ളി താഴെയിട്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരണം. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ പാർലമെന്റിന് പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അമിത്ഷായ്ക്കെതിരെ രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് അല്ലെങ്കിൽ പ്രിവിലേജ് മോഷൻ നൽകിയിട്ടുണ്ട്. പാർലമെന്റിന്റെ അതായത് പാർലമെന്ററി നിയമങ്ങൾക്കുള്ളിൽ വരുന്ന ഒരു പ്രിവിലേജ് മോഷനാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ അമിത്ഷായുടെ പരാമർശം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന തരത്തിലേക്ക് വരെ പോകുന്നിടത്താണ് കാര്യങ്ങൾ. ആ സമയത്ത് ഈ അമിത്ഷായുടെ പരാമർശം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അംബേദ്കറിന് അതായത് ഭരണഘടനാ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡിസംബർ 17 പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമിത്ഷാ പറഞ്ഞത് ഈ അംബേദ്കർ എന്ന് പറയുന്നത് BJPക്ക് ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അംബേദ്കർ എന്ന് ആവർത്തിക്കുന്നതിന് പകരം വല്ല ദൈവനാമവും ഉച്ചരിക്കുകയാണെങ്കിൽ ഈ MPമാർക്കെല്ലാം ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നായിരുന്നു ഈ അമിത്ഷായുടെ വിവാദ പരാമർശം. ഇതേ തുടർന്ന് കോൺഗ്രസ് രാഹുൽ ഗാന്ധി അടക്കം തിരിച്ചടിച്ചത് അംബേദ്കർ എന്ന് പറഞ്ഞാൽ ദൈവത്തിനേക്കാളും കുറവല്ല. ഈ രാജ്യത്തെ ദളിത് പിന്നാക്ക ആളുകളുടെ ജനങ്ങളുടെ വിഭാഗങ്ങളുടെ ദൈവം തന്നെയാണ് അംബേദ്കർ. ഇതിന് തൊട്ടുപിറകെയാണ് അല്ലെങ്കിൽ ഇതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ന് ദളിത് വിമോചന പോരാട്ടങ്ങളുടെ നിറമായ നീല വസ്ത്രം ധരിച്ച് പാർലമെന്റിൽ ഈ ഇന്ത്യ മുന്നണി സഖ്യം പ്രതിഷേധിക്കാൻ എത്തിയത്. വ്യക്തമാണ് അനുഷ. എന്തായാലും അംബേദ്കർ പരാമർശം അത് കത്തി നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും പാർലമെന്റിന്റെ അകത്തും പുറത്തും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യ സഖ്യം ഉയർത്തിക്കാട്ടുകയാണ്. വിവാദത്തിൽ രാജ്യസഭയിൽ അമിത്ഷാക്കെതിരെ അവകാശ ലംഘന പ്രമേയത്തിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനിടെ ഈ നീലവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലുള്ള MPമാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് അഖിലേഷ് യാദവ്, അങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ പെടുന്ന എല്ലാ MPമാരും എത്തിയിരുന്നു. അവരെല്ലാവരും നീലവസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു. ആദ്യം ഒരു സമവായ രീതിയിൽ അല്ലെങ്കിൽ ഒരു സമാധാന രീതിയിലായിരുന്നു അവരുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് BJP MPമാർ അങ്ങോട്ട് എത്തിയതിനു ശേഷം ചെറിയ രീതിയിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. രാഹുൽ ഗാന്ധി തന്നെ ഉന്തിയിട്ടു തള്ളിയിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടും MPമാർ രംഗത്ത് വരുന്നുണ്ട്. ചിലർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യം. ഇങ്ങനെയൊക്കെയാണ് ഈ സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്ക് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്കകത്ത് പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി, നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിപക്ഷ ബഹളത്തെയൊക്കെ തുടർന്ന് ഇരു സഭകളും 2 മണി വരെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. രാജ്യവ്യാപകമായി ഈ അംബേദ്കർ പരാമർശത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയാണ് കോൺഗ്രസ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു.